റീടാറിംഗ് നിർദ്ദേശം തള്ളി കോടികൾ മുടക്കി കോൺക്രീറ്റ് ചെയ്ത റോഡ് മാസങ്ങൾക്കകം തകർന്നു. കുടുംബ പഞ്ചായത്തിലെ കുടുംബ മിഥുനം പള്ളം റോഡ് കോൺക്രീറ്റ് ചെയ്തതിൽ നടന്നത് കോടികളുടെ അഴിമതി. റോഡ് നിർമ്മാണം നടത്തിയത് നിർമ്മാണ മേഖലയിൽ പരിചയമില്ലാത്ത ഇലക്ട്രിക്കൽ കമ്പനി. 45 ലക്ഷം രൂപ ചെലവിൽ റീടാറിംഗ് നടത്തിയാൽ റോഡ് നവീകരിക്കാൻ കഴിയുമെന്ന എഞ്ചിനീയർമാരുടെ റിപ്പോർട്ട് അവഗണിച്ച് 2.5 കോടി ചെലവഴിച്ച് പുനർനിർമ്മിച്ച കുടുംബ മിഥുനം പള്ളം റോഡിന് ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾക്കകം തന്നെ വിള്ളലുകൾ വന്ന് റോഡ് തകർന്നു. 45 ലക്ഷം രൂപയിൽ നവീകരിക്കാമെന്ന എഞ്ചിനീയർമാരുടെ നിർദ്ദേശം അട്ടിമറിച്ചത് തന്നെ അഴിമതിക്ക് കളമൊരുക്കാനായിരുന്നു. പ്രതലം ബലപ്പെടുത്തി 5 മീറ്റർ വീതിയിൽ 15 സെന്റിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ചെയ്യുവാനും റോഡ് കടന്നു പോകുന്ന ഭാഗങ്ങളിലെ 2 കൾവർട്ടുകൾ നിർമ്മിക്കാനുമായിരുന്നു കരാർ വ്യവസ്ഥയെങ്കിലും കരാറിലെ പല നിർദ്ദേശങ്ങളും പാലിച്ചില്ലെന്ന ആക്ഷേപം ശക്തമാണ്. 2.5 കോടി ചെലവഴിച്ചിട്ടും റോഡ് കടന്നു പോകുന്നതും വീതി കുറവും ബലക്ഷയവുമുള്ള മിഥുനം പള്ളം പാലം വീതി കൂട്ടി ബലപ്പെടുത്തിയിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയ റോഡ് നിർമ്മാണത്തിൽ ജില്ലാ പഞ്ചായത്ത് റോഡ് വിഭാഗം എഞ്ചിനീയർമാരെ മൂലക്കിരുത്തിയായിരുന്നു കോൺക്രീറ്റ് റോഡ് നിർമ്മാണം. റോഡ് കോൺക്രീറ്റ് ചെയ്ത കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനിക്ക് റോഡ് നിർമ്മാണത്തിൽ മുൻപരിചയമില്ലെന്ന ആരോപണം ശക്തമാണ്. 2.5 കോടി ചെലവിൽ കോൺക്രീറ്റ് ചെയ്ത റോഡിലെ അശാസ്ത്രീയതയും അഴിമതിയും അന്വേഷിക്കണമെന്ന ആവശ്യം അട്ടിമറിക്കപ്പെടുകയാണ്. 45 ലക്ഷം രൂപ ചെലവിൽ റീടാറിംഗിലൂടെ റോഡ് നവീകരിക്കണമെന്ന എഞ്ചിനീയർമാരുടെ നിർദ്ദേശം അട്ടിമറിച്ചത് സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയാണെന്നും ഇതിലൂടെ നടന്നത് കോടികളുടെ അഴിമതിയുമാണെന്ന് മനുഷ്യാവകാശ കേന്ദ്രം ഡയറക്ടർ കൃഷ്ണൻകുട്ടി പറഞ്ഞു.